إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പുലർത്തി തഖ്വ പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ദീനിൻ്റെ പേരിൽ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന മുത്തഖീങ്ങളായ അവൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാൻ മാസം കഴിഞ്ഞതിൻ്റെ റമളാനിലെ നന്മകൾ നമുക്ക് നേടിത്തന്ന തഖ്വയുടെ പരിശുദ്ധതയിലും സന്തോഷത്തിലുമാണ് നമ്മളുള്ളത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നന്മകൾ ചെയ്യുക എന്നതും തിന്മകളിൽ നിന്ന് മാറി നിൽക്കുക എന്നതും അത് ജീവിതത്തിൽ പാലിച്ചു പോരുമ്പോൾ തന്നെ മനസ്സിന് വലിയ സുഖം അനുഭവിക്കും. അത് കഴിഞ്ഞ റമളാനിലെ ദിവസങ്ങളിൽ നമ്മൾ അനുഭവിച്ചതാണ്. നന്മയുടെ വിഷയത്തിൽ മുന്നോട്ട് പോവുകയും തിന്മയുടെ സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു സുഖം, അതൊരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത അനുഭൂതിയാണ്. എത്രയൊക്കെ നമ്മൾ പരിശ്രമിച്ചാലും പിന്നെയും തിന്മകൾ സംഭവിക്കുക, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നന്മയുടെ വിഷയങ്ങളിൽ മുന്നോട്ട് വരാൻ കഴിയാതിരിക്കുക എന്നത് പൊതുവെ നമ്മളൊക്കെ നേരിടുന്ന ഒരു പ്രശ്നമാണ്. അതിനെ തരണം ചെയ്യാൻ, തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ, നന്മയുടെ മാർഗത്തിൽ പരമാവധി ഉറച്ചു നിൽക്കാൻ ചില മാർഗങ്ങളും നിർദ്ദേശങ്ങളും പണ്ഡിതന്മാർ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് പെരുന്നാളിൻ്റെ ദിവസം ഒരു വ്യക്തി വന്നുകൊണ്ട് ചോദിച്ചു എന്നാണ്, നിങ്ങൾ എന്താണ് സന്തോഷിക്കാത്തത്? അപ്പോൾ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്തിനാണ് നമ്മൾ സന്തോഷിക്കുന്നത്? പെരുന്നാളിൻ്റെ ദിവസം നമ്മുടെ സന്തോഷം നമ്മുടെ സൽക്കർമ്മങ്ങൾ വർദ്ധിച്ചതിൻ്റെ, അതുപോലെ തന്നെ പാപങ്ങളിൽ നിന്ന് നമ്മൾ മുക്തമായതിൻ്റെ സന്തോഷമാണ്. എന്നാൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്ന എല്ലാ ദിവസവും അതുപോലെ ഒരു സന്തോഷം അവനുണ്ടാകും. നന്മകൾ നിർവഹിച്ചു പോകുന്ന എല്ലാ സമയവും പെരുന്നാളിൻ്റെ പ്രതീതിയിലുള്ള ഒരു സന്തോഷം ഒരു വിശ്വാസിക്ക് ഉണ്ടാകും എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇത് നിലനിർത്താൻ നമ്മൾ അവലംബിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ പാലിക്കേണ്ട ചില കാര്യങ്ങൾ വളരെ പെട്ടെന്ന് സൂചിപ്പിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനും നന്മയുടെ വിഷയത്തിൽ മുന്നോട്ട് വരാനും നന്നായി ക്ഷമിക്കണമെന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മൾ ഉൾക്കൊള്ളേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. സ്വർഗപ്രവേശനം സാധ്യമാകുന്ന സ്വർഗവാസികളോട് സ്വർഗത്തിലെ കാവൽക്കാരായ ആളുകൾ പറയുന്ന വാചകം പല സ്ഥലങ്ങളിലായി ഖുർആൻ പറയുന്നുണ്ട്. സലാമുൻ അലൈക്കും ബിമാ സ്വബർതും ഫനിഅമ ഉഖ്ബദ്ദാർ. സലാമുൻ അലൈക്കും ബിമാ സ്വബർതും, നിങ്ങൾക്ക് സമാധാനം. ഇനി നിങ്ങൾ പ്രവേശിക്കുന്ന ഗേഹമെന്ന് പറയുന്നത്, ഈ ലോകമെന്ന് പറയുന്നത്, സ്വർഗീയ ഭവനം എന്ന് പറയുന്നത്, അത് നിങ്ങൾക്ക് സമാധാനം നൽകുന്നതാണ്. ബിമാ സ്വബർതും, നിങ്ങൾ ക്ഷമിച്ചതിൻ്റെ ഗുണമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണത്. ഇഹലോകത്ത് നിങ്ങൾ ക്ഷമിച്ചതിൻ്റെ ഫലമായി, സ്വബർ കാണിച്ചതിൻ്റെ ഫലമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണിത്. ഫനിഅമ ഉഖ്ബദ്ദാർ, ഇതെത്ര മനോഹരമായ ഗേഹമാണ്, ഭവനമാണ് എന്ന് സ്വർഗവാസികളോട് സ്വർഗത്തിലെ കാവൽക്കാർ പറയുന്ന രംഗം നോക്കൂ. സ്വബർ എന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മളൊക്കെ മനസ്സിലാക്കിയ ക്ഷമ എന്ന് പറയുന്നത് അത് മുസീബത്തുകളുടെ സമയത്ത് നമ്മൾ ക്ഷമിക്കുന്നതാണ്. പരീക്ഷണങ്ങളുടെ ഘട്ടത്തിൽ, സാമ്പത്തിക നഷ്ടം വരുമ്പോൾ, രോഗം വരുമ്പോൾ,
ബന്ധപ്പെട്ട ആളുകൾ മരണപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ഇങ്ങനത്തെ ഭൗതികപരമായ പരീക്ഷണങ്ങളിൽ ക്ഷമിക്കലാണ് പൊതുവെ നമുക്കൊക്കെ പരിചിതമായ ക്ഷമ. പക്ഷെ അതിൻ്റെയും മുകളിൽ നിൽക്കുന്ന 2 തട്ടിൽ നിൽക്കുന്ന ക്ഷമയെക്കുറിച്ച് ഈ ആയത്തുകളൊക്കെ സ്വർഗത്തെക്കുറിച്ച് പറയുന്നിടത്തും ക്ഷമിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ചും ഒട്ടനേകം സ്ഥലങ്ങളിൽ ഖുർആൻ സംസാരിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ വിശദീകരിക്കുമ്പോൾ അത് സബ്റു അലൽ മഅസിയത്ത്, തിന്മകളോട് നമ്മൾ കാണിക്കുന്ന ക്ഷമയെക്കുറിച്ച് പണ്ഡിതന്മാർ സംസാരിക്കുന്നുണ്ട്. ഇബ്നുൽ ഖയ്യിം അൽ ജൗസി റഹിമഹുല്ലാഹ് പറഞ്ഞു, വലൗ അന്ന ശഖ്സൻ തറക മഅസിയതൻ ലിഅജ്ലില്ലാഹി തആല, ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി ഒരു തിന്മയെ മാറ്റി വെക്കുന്നു, ക്ഷമിച്ചുകൊണ്ട് മാറ്റി നിർത്തുകയാണെങ്കിൽ ലറഅ സമറത ദാലിക, അതിന്റെ ഗുണം എന്തായാലും അവൻ അവന്റെ ജീവിതത്തിൽ കാണും. വകദാലിക ഇദാ ഫഅല ത്വഅതൻ, അതുപോലെ തന്നെ ക്ഷമിച്ച് നന്മകൾ അനുസരണത്തിന് വേണ്ടി അല്ലെങ്കിൽ വിധേയപ്പെട്ട് അള്ളാഹുവിന് അടിമപ്പെട്ട് വിധേയപ്പെട്ട് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അതിന്റെ പ്രതിഫലം അവൻ ഇരുലോകത്തും കാണുമെന്നതാണ്. ഈ ക്ഷമ തന്നെ നമ്മുടെ പരീക്ഷണ ഘട്ടങ്ങളിലുള്ള ക്ഷമ അതൊരു തലമാണ്. മറ്റൊന്ന്, നന്മയുടെ വിഷയത്തിൽ മുന്നോട്ട് വരാൻ നല്ല ക്ഷമ വേണം. ബാങ്ക് വിളിക്കുമ്പോൾ നിസ്കരിക്കാൻ പോകാൻ ക്ഷമ വേണം. ഒരു ദിവസം കുറഞ്ഞ സമയമെങ്കിലും ഖുർആൻ ഓതണം എന്ന് നമ്മൾ തീരുമാനിച്ച് അത് നടപ്പിലാക്കണമെങ്കിൽ നന്നായി ക്ഷമ വേണം. സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ റമദാൻ അല്ലാത്തപ്പോഴും ദാനം ചെയ്യാൻ നല്ല ക്ഷമ വേണം. ഏത് നന്മയും നിർവഹിച്ച് പൂർത്തിയാക്കാൻ നല്ല ക്ഷമ വേണം. തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനും അങ്ങനെ തന്നെ ക്ഷമ ആവശ്യമുണ്ട്. ഒരു അവസരമൊക്കെ ഒത്തുകിട്ടുന്നു, മനസ്സ് നന്നായി ആഗ്രഹിക്കുന്നു, കൊതിക്കുന്നു, പക്ഷെ അതിലേക്ക് പോകരുത് എന്ന് നമ്മൾ തീരുമാനിക്കണമെങ്കിൽ നല്ല ക്ഷമ വേണം. നമ്മുടെ ദേഹേച്ഛയെ മറികടക്കുന്ന ആഗ്രഹത്തിൽ നമുക്ക് ക്ഷമയുണ്ടായിരിക്കണം. അതാണ് ഖുർആൻ നമ്മളോട് പറയുകയും ചെയ്യുന്നത്. യോഫ സ്വാബിറൂൻ, ക്ഷമിക്കുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം കണക്കറ്റതാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്തയും നമ്മുടെ ആലോചനയും ഒക്കെ പരീക്ഷണങ്ങളിലെ ക്ഷമയിൽ തട്ടി നിൽക്കുകയാണ് ചെയ്യുക. അതൊരു ഭാഗം, അതൊരു വലിയ ഭാഗം. അതോടൊപ്പം നന്മകൾ ചെയ്യാൻ നമ്മൾ ക്ഷമിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് വലിയ പ്രചോദനം ഉണ്ടാകണം. നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് മാറി നിൽക്കാനും നല്ല ക്ഷമയുടെ ആവശ്യമുണ്ട്. ആ ക്ഷമയെ പ്രകീർത്തിച്ചുകൊണ്ട് ഖുർആൻ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. സ്വർഗവാസികളായ ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ അവർ കാണിച്ച ക്ഷമയെ പ്രകീർത്തിച്ചുകൊണ്ട് അവിടെയുള്ള കാവൽക്കാർ അവരെ സ്വീകരിക്കുമെന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ക്ഷമിച്ചു നിൽക്കുക, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചതാണ്. അന്ത്യദിനത്തോട് അടുക്കുന്ന സമയത്ത് പരീക്ഷണം നന്നായി വേണ്ട കാലഘട്ടം ഉണ്ടാകും. അപ്പോൾ ആ പരീക്ഷണങ്ങൾക്ക് മുന്നിൽ ക്ഷമിക്കുക എന്നതാണ് തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ, നന്മയുടെ വിഷയത്തിൽ നിലനിന്ന് പോകാൻ നമുക്കുണ്ടാകേണ്ട ഒരു ചിന്ത. രണ്ടാമത്തെ ഒരു കാര്യം, തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു വിചാരം ലജ്ജയാണ്, ഹയാ ആണ്. എന്തിൽ നിന്ന് ഹയാ? അള്ളാഹു കാണുന്നു എന്ന ലജ്ജ നമുക്കുണ്ടാകണം. നമ്മൾ ആളുകൾ കാണാതിരിക്കാൻ നിതാന്തമായ ജാഗ്രതയും ശ്രദ്ധയും പുലർത്തുന്ന ആളുകളാണ്. എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റ് വന്നാൽ നമ്മൾ ആദ്യം ചെയ്യുന്നതായിരിക്കും ചുറ്റുപാടും വീക്ഷിക്കും. ഇതാരെങ്കിലും കണ്ടോ എന്നായിരിക്കും നമ്മൾ നോക്കുക. ഇതാരെങ്കിലും ശ്രദ്ധിച്ചോ, ആരുടെങ്കിലും കണ്ണിൽപ്പെട്ടോ എന്നാണ് നമ്മൾ നോക്കുക. സഹജീവികളായ ആളുകൾ, മറന്നു പോകുന്ന മനുഷ്യർ, ശ്രദ്ധിക്കാൻ സാധ്യതയില്ലാത്ത മനുഷ്യർ കാണുന്ന കാഴ്ചയെക്കുറിച്ച് നമുക്ക് നല്ല പേടിയുണ്ട്, ബേജാറുണ്ട്, ലജ്ജയുണ്ട്. എന്നാൽ വമാ കാന റബ്ബുക നസിയ, നിങ്ങളുടെ റബ്ബ് മറന്നു പോകുന്നവനല്ല എന്ന പരിശുദ്ധ ഖുർആന്റെ വാചകത്തോട് നമ്മൾ കൂറു പുലർത്തുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ, എല്ലാ ദിവസങ്ങളിലും റഹ്മാനായ റബ്ബ് അവന്റെ ജോലിയിലാണ്. അവൻ കണ്ടുകൊണ്ടിരിക്കുന്നു, അവൻ നമ്മളെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അവന്റെ ദൃഷ്ടിയിൽ നിന്ന്, അവന്റെ കാഴ്ചയിൽ നിന്ന്, അവന്റെ കേൾവിയിൽ നിന്ന്, അവൻ അറിയുന്നതിൽ നിന്ന് ഒരു നിമിഷ നേരം പോലും മാറി നിൽക്കാൻ മനസ്സുകൊണ്ട് പോലും സാധിക്കുകയില്ല. യഅലമു മാ ഫി സുദൂർ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഗോപ്യമാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളെപ്പോലും റഹ്മാനായ റബ്ബ് അറിയുന്നുണ്ട്. അതുകൊണ്ട് രക്ഷയില്ല. അത് ആരെങ്കിലും കാണുന്നുണ്ടോ എന്നതിനേക്കാൾ കൂടുതൽ ജാഗ്രതയും ലജ്ജയും റബ്ബ് കാണുന്നുണ്ടല്ലോ എന്ന വിഷയത്തിൽ നമുക്ക് ഉണ്ടാകണം. അള്ളാഹുവിന്റെ കാഴ്ചയിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് പറ്റുമെങ്കിൽ ഏത് കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. അവൻ മറക്കുന്നവനുമല്ല, രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. നമ്മുടെ ഗ്രന്ഥം നമ്മുടെ കയ്യിൽ നൽകും, എന്നിട്ട് അത് വായിച്ചോളാൻ നമ്മളോട് ആവശ്യപ്പെടും. ഈ രംഗങ്ങളെ കുറിച്ച് നല്ല ഓർമ്മ നമുക്കുണ്ടാകണം. റമദാനിൽ നമ്മൾ മുന്നോട്ട് വന്ന് നന്മയുടെ വിഷയത്തിലൊക്കെ മുന്നോട്ട് വന്ന് തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മൾ പരിശ്രമിച്ചപ്പോൾ ആ റബ്ബ് നമ്മളെ കണ്ടിട്ടുണ്ട്. ആ റബ്ബ് നമ്മളുടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ രാത്രി ദീർഘമായി നിസ്കരിച്ചതെങ്കിൽ, മറ്റു സമയങ്ങളിൽ നിന്ന് കൂടുതൽ പരിശ്രമിച്ച് ഖുർആൻ പാരായണം ചെയ്തതെങ്കിൽ, ആഗ്രഹത്തെയും ആവശ്യത്തെയും മറികടന്ന് അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് പ്രാധാന്യം കൊടുത്തത് എങ്കിൽ, ആ റബ്ബ് ഇപ്പോഴും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു. ആ റബ്ബ് പള്ളിയിൽ നമ്മളെ കാണുന്നുണ്ട്, സുജൂദ് ചെയ്യുമ്പോൾ നമ്മളെ കാണുന്നുണ്ട്. ആ റബ്ബ് അങ്ങാടിയിൽ നമ്മളെ കാണുന്നുണ്ട്. ആ റബ്ബ് ജോലി സ്ഥലത്ത് നമ്മളെ കാണുന്നുണ്ട്.
ആരും കാണുന്നില്ല എന്ന് നമ്മൾ വിചാരിച്ച് നടത്തുന്ന വളരെ പേഴ്സണലായ മെസ്സേജുകളിൽ റബ്ബ് നമ്മളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എവിടെയും റഹ്മാനായ റബ്ബിന്റെ കണ്ണുകൾ അടയുന്നില്ല. ആയത്തുൽ കുർസിയിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസപരമായ കാര്യത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അവൻ ഉറക്കമില്ല, അവന് മയക്കമില്ല എന്നൊക്കെ. അത് കേവലം അള്ളാഹുവിന്റെ വിശേഷണങ്ങളായി പഠിച്ചു പോകാനുള്ളതല്ല. വല്ലാഹി റബ്ബ് ഉറങ്ങുന്നില്ല. വല്ലാഹി റബ്ബിന് ഒരു നിലക്കുമുള്ള ക്ഷീണങ്ങൾ ബാധിക്കുന്നില്ല. അവൻ മയങ്ങുന്നില്ല. അവൻ നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ അവൻ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ രേഖപ്പെടുത്തിയ കർമ്മങ്ങളെ നമ്മുടെ മുന്നിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യും. വവജദു മാ അമിലു ഹാദിറ വലാ യദ്ലിമു റബ്ബുക അഹദ. നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങളെ റബ്ബ് നമ്മുടെ മുന്നിൽ കാണിച്ചു തരും. ആരെയും റബ്ബ് ഒരു നിലക്കുമുള്ള ദുൽമ അവൻ പ്രവർത്തിക്കുകയില്ല. പ്രവർത്തിച്ചതിനനുസരിച്ച് മാത്രമേ ശിക്ഷയുള്ളൂ, പ്രതിഫലമുള്ളൂ. അതുകൊണ്ട് ആരെയും ആക്രമിക്കാത്ത ഒരു ലോകത്ത് നമ്മൾ ബോധ്യപ്പെടുത്തി തരും. നമ്മുടെ കർമ്മങ്ങൾ നമ്മുടെ മുന്നിൽ നമുക്ക് കാണിച്ചു തരും. ആ കാണിച്ചു തരുന്ന കർമ്മങ്ങളിൽ ഇരുട്ടിന്റെ മറവിൽ നമ്മൾ ചെയ്തതുണ്ട്, ആ രഹസ്യമായി നമ്മൾ ചെയ്തതുണ്ട്. ദുനിയാവിൽ ആരും കാണാതിരിക്കാൻ നമ്മൾ തേച്ചു മാച്ച് കളഞ്ഞതൊക്കെയും ആ രേഖകളിലുണ്ട്. അവിടെ നിന്നത് മാഞ്ഞു പോകുന്നില്ല. അതുകൊണ്ട് തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മൾ നമ്മളെ തന്നെ പ്രചോദിപ്പിക്കേണ്ട ഒരു വാചകം, റഹ്മാനായ റബ്ബിനോട് നമ്മൾ ലജ്ജ കാണിക്കണം. ലജ്ജ കാണിക്കാൻ ഏറ്റവും അർഹതപ്പെട്ടത് റബ്ബാണ്. ആ റബ്ബിനോട് നമ്മൾ ലജ്ജ കാണിക്കണം. ആ റബ്ബ് നമ്മളെ കാണുന്നുണ്ട്, നമ്മളെ വീക്ഷിക്കുന്നുണ്ട്, നമ്മുടെ കർമ്മങ്ങളെ രേഖപ്പെടുത്തുന്നുണ്ട് എന്ന ഓർമ്മയുണ്ടാവണം. മൂന്നാമത്തെ ഒരു കാര്യം, തിന്മയുടെ സ്വതവേയുള്ള സ്വഭാവമാണ് അത് മനുഷ്യന്റെ മനസ്സമാധാനം കെടുത്തുമെന്നത്. കല്ല ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഫലമായി അവരുടെ ഹൃദയത്തിൽ രേഖകൾ വീണുകൊണ്ടിരിക്കും, അവിടെ കറുത്ത പാടുകൾ വീണുകൊണ്ടിരിക്കും. അത് അവരുടെ ഹൃദയത്തെ കഠിനമാക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് മനസ്സമാധാനം, തിന്മയുടെ അവസരങ്ങൾ കിട്ടുമ്പോൾ തിന്മകൾ ഉപയോഗിക്കുന്ന, തിന്മകൾ ചെയ്തു പോകുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് മനസ്സമാധാനം ഉണ്ടാകില്ല. ഇത് ഖുർആൻ പറഞ്ഞതാണ്. അത് നമ്മൾ തന്നെയും ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യമാണ്. ഒരു തിന്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുമ്പോൾ അത് നമ്മളെ ഭയങ്കരമായി അസ്വസ്ഥപ്പെടുത്തും. ആരും കണ്ടിട്ടില്ല എന്ന് ഉറപ്പ് വന്നാലും അത് നമ്മളെ വേട്ടയാണ്. ഞാൻ എന്തൊക്കെ ചെയ്താലും, ഞാൻ ഇങ്ങനെ ഒരു മ്ലേച്ഛത, വൃത്തികേട്, ഇങ്ങനെ ഒരു തിന്മ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ആളാണ് എന്നത് നമ്മളെ തന്നെ അത് വേട്ടയാണ്. ഒരു പരിധി കഴിഞ്ഞാൽ അത് പിന്നെ നമുക്ക് ഒരു നിലക്കും വേദന ഇല്ലാതാക്കുകയും ചെയ്യും. അവിടെയാണ് ഹൃദയം കടുത്തു പോകുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അത് കടുത്തുപോയാൽ, ആ ഹൃദയം മരവിച്ചു പോയാൽ പിന്നെ അവിടെ ഉത്ബോധനങ്ങൾക്ക് സ്ഥാനമില്ല. അവിടെ പിന്നെ ഒരു തിരിച്ച് ആലോചനകൾക്കുള്ള സാധ്യതകൾ വളരെ കുറവായി പോകും. ആ ഘട്ടം എത്താതെ ഇപ്പോ എന്തെങ്കിലുമൊക്കെ ഒരു കുറ്റബോധം നമുക്ക് തോന്നുന്നുവെങ്കിൽ നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കുക. അത് പിശാച് എപ്പോഴും അങ്ങനെയാണ്. ഒരു വ്യക്തിയെ പ്രലോഭിപ്പിച്ച് തിന്മയിലേക്ക് എത്തിക്കുന്നത് വരെയാണ് പിശാച് അവന്റെ പണിയെടുത്തുകൊണ്ടിരിക്കുക. അത് വിജയിച്ചാൽ തിന്മ അവന്റെ ജീവിതത്തിൽ നിന്ന് സംഭവിക്കുന്നതോടുകൂടെ പിശാച് വഴിമാറും. അപ്പോഴാണ് മനുഷ്യന്റെ മനസ്സിൽ ഖേദമുണ്ടാവുക. അതുവരെ ബദറിലേക്ക് പുറപ്പെട്ട മക്കാ മുശ്രിക്കുകൾക്ക് ഇന്നി ജാറുലക്കും, ഞാൻ നിങ്ങളെ കൂടെ തന്നെയുണ്ട്, നിങ്ങൾ ശക്തരാണ്, നിങ്ങൾക്ക് എല്ലാ കഴിവുമുണ്ട്, നിങ്ങൾ വിജയിക്കും എന്നൊക്കെ മന്ത്രിച്ചു കൊടുത്ത് ശക്തി പകർന്നു കൊടുത്തതുപോലെ പിശാച് മുഅ്മിനീങ്ങളുടെ കൂടെ ഉണ്ടാകും. അവൻ വലതുഭാഗത്ത് ഇടതുഭാഗത്തു നിന്നും മുകളിൽ നിന്നും താഴെ നിന്നുമൊക്കെ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതുപോലെ അള്ളാഹുവിന് വാഗ്ദാനം കൊടുത്തതാണ്. നേരായ മാർഗത്തിലൂടെ കുറച്ചൊക്കെ നന്നായി പോകാൻ ശ്രമിക്കുന്നവർ, നിസ്കരിക്കാൻ പരിശ്രമിക്കുന്നവർ, ജമാഅത്ത് നഷ്ടപ്പെടുത്തരുത് എന്ന് തീരുമാനിക്കുന്നവർ, തിന്മയിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പരിശ്രമിക്കുന്നവർ, അവരുടെ മുന്നിലും പിന്നിലും ഇടതുഭാഗത്തും വലതുഭാഗത്തും മുകളിലും താഴെയുമായി പിശാചുണ്ടാകും. പ്രലോഭിപ്പിച്ചുകൊണ്ടേയിരിക്കും. ആ പ്രലോഭനങ്ങളും മനസ്സിലെ മന്ത്രങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് തിന്മക്ക് ഒരു പ്രസരിപ്പുണ്ടാകും. അത് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയൊക്കെ ഉണ്ടാകും. പക്ഷെ ആ തിന്മ സംഭവിക്കുന്നതോടുകൂടെ പിശാചിന്റെ ശീലമാണ് അവൻ പിന്തിരിയും. അത് പിന്തിരിയുന്നതോടുകൂടെ മനുഷ്യന്റെ മനസ്സിൽ അസ്വസ്ഥതകൾ ഉണ്ടാകും. വേണ്ടിയിരുന്നില്ല, ഞാനത് ചെയ്യരുതായിരുന്നു, വരാൻ പാടില്ലായിരുന്നു, സൂക്ഷിക്കേണ്ടിയിരുന്നു എന്ന് നമ്മൾ കുറ്റബോധം ഉണ്ടാകും. പക്ഷെ ആ കുറ്റബോധം മാറാൻ മാത്രം പര്യാപ്തമായ ഒന്നാകില്ല. മാറാൻ പര്യാപ്തമാവുക, നമ്മൾ മനസ്സിലാക്കേണ്ടത് തിന്മയുള്ള മനസ്സുകളിൽ മനസ്സമാധാനം ഉണ്ടാവുകയില്ല. ഹറാമ് ചെയ്യുന്നവർക്ക് മനസ്സമാധാനം ഉണ്ടാവുകയില്ല. ഒരു ദിവസം 5 വക്തും ജമാഅത്തായി നിസ്കരിക്കുന്ന ഒരു പുരുഷനെ സംബന്ധിച്ച് അന്ന് കിടന്നുറങ്ങുമ്പോൾ അനുഭവിക്കുന്ന ഒരു മനസ്സമാധാനമുണ്ട്. അതിന് ആ മനസ്സമാധാനം നൽകാൻ ഭൗതികപരമായ ഒരു സൗകര്യങ്ങൾക്കും സാധ്യമല്ല, ഒരു ലെസറിങ് സംഗതികൾക്കും അത് നൽകാൻ സാധ്യമല്ല. നോക്കൂ, 5 വക്തും കൃത്യമായ സമയത്ത് ജമാഅത്തായി നിസ്കരിച്ച ദിവസം നമ്മളൊന്ന് കണ്ണടച്ചുറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഈ രംഗത്തെ ആലോചിച്ചാൽ മാത്രം നമുക്ക് കിട്ടുന്ന ഒരു സമാധാനമുണ്ട്. തിന്മയിലേക്ക് പോകാൻ അവസരം കിട്ടുമ്പോഴും അത് വേണ്ട എന്ന് വെക്കുമ്പോഴും നൈമിഷികമായ ഒരു സുഖം അത് നമുക്ക് നഷ്ടപ്പെടുമെങ്കിൽ കൂടെ കിടന്നുറങ്ങുമ്പോൾ മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റും. അതുകൊണ്ട് തിന്മയിൽ നിന്ന് മാറി നിന്നാൽ മനസ്സമാധാനം ഉണ്ടാകും. അതാരൊക്കെ കെടുത്താൻ ശ്രമിച്ചാലും
കെടാത്ത വിധത്തിൽ അത് നമുക്ക് വലിയ ഊർജം നൽകുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. നാലാമത്തത്, പര്യവസാനം അത് തഖ്വയുള്ളവർക്ക് മാത്രമുള്ളതാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അത് സ്വർഗത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നിടത്തൊക്കെയും പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നതാണ്. ഈ സ്വർഗീയ ഭവനങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നിടത്ത് പല സ്ഥലങ്ങളിലും ഖുർആൻ പറഞ്ഞു പോകുന്ന കാര്യമാണ് വൽആഖിബത്തു ലിൽ മുത്തഖീൻ നൂരിസു മിൻ ഇബാദിനാ മൻ കാന തഖിയ എന്ന സമാനമായ പ്രയോഗങ്ങൾ. പര്യവസാനം എപ്പോഴും മുത്തഖീങ്ങൾക്കുള്ളതായിരിക്കും. ചിലപ്പോൾ ദുനിയാവിൽ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു എന്ന് വരാം. നൈമിഷികമായ ദുനിയാവിൽ നിന്ന് എന്തൊക്കെയോ ആസ്വാദനങ്ങളും ഇഷ്ടങ്ങളും നമ്മൾ കൊതിച്ച വിഭവങ്ങളൊക്കെ നഷ്ടപ്പെട്ടു എന്ന് വരാം. വൽആഖിബത്തു ലിൽ മുത്തഖീൻ, പക്ഷേ പര്യവസാനം അത് മുത്തഖീങ്ങൾക്ക് മാത്രമുള്ളതായിരിക്കും. സ്വർഗത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന സമയത്ത് മുഅ്മിനീങ്ങൾക്കും മുത്തഖീങ്ങൾക്കും മാത്രമേ സന്തോഷിക്കാൻ അവിടെ അവസരം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തഖ്വ പാലിക്കുക എന്നത് ദീർഘമായ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ വരാനിരിക്കുന്ന പരലോകത്തിന്റെ വിഷയത്തിൽ നമുക്ക് ഗുണപ്പെടുക തഖ്വ മാത്രമായിരിക്കും. അതേ നമുക്ക് ഉപകാരപ്പെടുകയുള്ളൂ. അത് ഉണ്ടാക്കിയെടുക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതിനുള്ള പരിശീലനമായിരുന്നു കഴിഞ്ഞ റമളാനിൽ നോമ്പായും നിസ്കാരമായും രാത്രി നിസ്കാരമായും പരമാവധി നന്മയുടെ വിഷയത്തിൽ മുന്നോട്ട് വരികയായും ഖുർആൻ പാരായണമൊക്കെ നമ്മൾ പരിശീലിച്ചത്. ഖുർആൻ നോമ്പ് നിർബന്ധമാക്കുന്നിടത്ത് നമ്മളോട് പറഞ്ഞത് തന്നെ ഇത് നിങ്ങൾക്ക് തഖ്വ ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി തീരാനാണ്. അത് സ്വാഭാവികമായും പരിശ്രമിച്ചവർക്ക്, മെനക്കെട്ടവർക്ക്, ആഗ്രഹിച്ചവർക്ക്, തേടിയവർക്ക് അത് കിട്ടിയിട്ടുണ്ടാകും. ഇനി അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ ഈ തഖ്വ നിലനിർത്തിയാലാണ് എൻ്റെ പര്യവസാനം നന്നാവുകയുള്ളൂ എന്ന് നമ്മുടെ മനസ്സിലുണ്ടാക്കണം. മരണപ്പെടുന്ന സമയത്ത് ഇവിടെ ആഘോഷിച്ച ആളുകൾ, ഇവിടെ ദുനിയാവ് പരമാവധി ആസ്വദിച്ചവർ, ഈ ദുനിയാവിലെ വിഭവങ്ങൾ നന്നായി പരമാവധി അവർക്ക് കഴിയുന്ന വിധത്തിൽ ആസ്വദിച്ചവർ, അവർ ചിരിക്കില്ല, അവർ വെപ്രാളപ്പെടും, അവർ പ്രയാസപ്പെടും. പക്ഷേ ദുനിയാവിൽ കുറച്ച് നഷ്ടങ്ങളൊക്കെ ഉണ്ടായാലും തഖ്വക്ക് പ്രാധാന്യം കൊടുത്ത് പരലോകത്തിന് പ്രാധാന്യം കൊടുത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രയാസം ഉണ്ടാവുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ 30 ദിവസം 21 ദിവസം നോമ്പനുഷ്ഠിച്ചും നല്ല മെനക്കെട്ട് രാവിലെ നമ്മൾ പ്രയത്നിച്ച് അന്നപാനീയങ്ങൾ ഒഴിവാക്കി നിർത്തി, രാത്രി നിസ്കരിച്ചു, ഖുർആൻ പാരായണം ചെയ്തു, സ്വതക്കകൾ കൊടുത്തു, നമ്മളെ കൊണ്ട് കഴിയുന്ന വിധത്തിലുള്ള പരിശ്രമങ്ങൾ നമ്മൾ നടത്തി. ഇനി ഇത് സ്വീകരിക്കണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ചില നിബന്ധനകളുണ്ട്. വമൻ അറാദൽ ആഖിറത വസഅലഹ സഅയഹ വഹുവ മുഅ്മിൻ ഫഉലൈക കാന സഅയുഹും മഷ്കൂറ. പരിശ്രമങ്ങൾ അല്ലാഹു പ്രതിഫലം നൽകുന്നതാവുക 3 കാര്യങ്ങൾ ഉണ്ടാകണം. ഒമൻ അറാദൽ ആഖിറ, ഒന്ന് ആഖിറത്ത് ആഗ്രഹിച്ചു, പരലോകം ആഗ്രഹിച്ചുകൊണ്ട് മാത്രം എടുത്ത പണിയാകണം. അപ്പൊ നമ്മുടെ കർമ്മങ്ങളൊക്കെ നിസ്കാരമായാലും നോമ്പായാലും ഖുർആൻ പാരായണമായാലും ഒക്കെ അത് പരലോകത്ത് ആഗ്രഹിച്ചുള്ളതായിരുന്നു. അൾട്ടിമേറ്റ്ലി അത് ഏറ്റവും അവസാനം ഇവിടെ നിന്നും ഒന്നും ആഗ്രഹിച്ചിട്ടല്ല, അത് പരലോകത്ത് കിട്ടാൻ വേണ്ടി മാത്രമായിരുന്നു എന്ന് ഉറപ്പു പറയാൻ നമുക്ക് പറ്റുമോ? ഇഖ്ലാസ് ഉണ്ടോ? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് വസഅലഹ സഅയഹ, എന്നിട്ട് ആ പരലോകം ആഗ്രഹിച്ച് എന്തെങ്കിലും ചെയ്താൽ പോരാ, അതിനുവേണ്ട പ്രവർത്തനം ചെയ്യണം. പരലോകത്തിന് വേണ്ട പ്രവർത്തനം അതെന്താ? അത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതുപോലെയാണ് നമ്മൾ നോമ്പ് നോറ്റത്. പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ ഫിത്ർ സക്കാത്ത് കൊടുത്തു. പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ ഈദ് മുസല്ലയിലേക്ക് ചെന്നു. പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ രാത്രി നിസ്കാരങ്ങൾ നിർവഹിച്ചു. അങ്ങനെ പരിശ്രമം, പരലോകത്തിനുള്ള ഒരു വിധത്തിലുള്ള പരിശ്രമം നമ്മൾ നടത്തണം. വഹുവ മുഅ്മിൻ, ഈമാൻ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ എന്താ ഗുണം? അള്ളാഹുവിൽ കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യതയായ തൗഹീദ്, അതിൽ ഏതെങ്കിലും നിലക്ക് കോട്ടം വന്നു പോയ ആളുകളാണെങ്കിൽ അവരുടെ പരിശ്രമങ്ങൾക്കൊന്നും ഫലമില്ല. അത് ഖുർആൻ പറയാം, വഹുവ മുഅ്മിൻ, ഈമാനോടുകൂടെ പരിശ്രമിച്ചവർക്കാണ് പ്രതിഫലം കിട്ടുക. അവരുടെ പരിശ്രമങ്ങളാണ് അള്ളാഹു നന്ദി കൊടുക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് പ്രതിഫലം കൊടുക്കുന്നതാക്കി തീരുക എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുള്ള കഴിവ് അള്ളാഹു അല്ലാത്തവർക്കുണ്ട് എന്ന് പറയുന്നവർ, റബ്ബ് കാണുന്നത് പോലെ മരിച്ച മണ്ണടഞ്ഞ് കബറടക്കപ്പെട്ടവർ കാണുമെന്ന് പറയുന്നവർ, റബ്ബ് സഹായിക്കുന്നത് പോലെ മരിച്ച് മണ്ണടഞ്ഞ് കിടക്കുന്നവർ സഹായിക്കുമെന്ന് പറയുന്നവർ, അവർ യഥാർത്ഥത്തിൽ അവരുടെ പരിശ്രമങ്ങളൊക്കെ ഏത് അക്കൗണ്ടിലാണ് ഉണ്ടാവുക, എവിടെ നിന്നാണ് അവർക്ക് പ്രതിഫലം കിട്ടുക എന്ന് നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. ഇന്നും സൂറത്തുൽ കഹ്ഫിൽ നിന്ന് നമ്മൾ പാരായണം ചെയ്ത വാചകമുണ്ട്, ഫമൻ, ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെന്താക്കട്ടെ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കട്ടെ, അള്ളാഹുവിൽ പങ്കു ചേർക്കാതിരിക്കട്ടെ. ഈ സൂറത്തുൽ കഹ്ഫിലെ ഈ ആയത്തിറങ്ങാനുള്ള ഒരു പശ്ചാത്തലം തഫ്സീറുകൾ നമുക്ക് കാണാൻ പറ്റും. ഒരു വ്യക്തി വന്നുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, പ്രവാചകരെ, ഞാൻ യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, എനിക്കതിനുള്ള കഴിവുണ്ട്, എനിക്കതിന് അവസരം തരണം. അങ്ങനെ യുദ്ധം ചെയ്യുമ്പോൾ തന്നെ ഞാൻ എന്തിനു കൂടെ ഇഷ്ടപ്പെടുന്നുണ്ട്, എൻ്റെ സ്ഥാനം 4 ആൾ അറിയാൻ കൂടെ ഞാൻ താല്പര്യപ്പെടുന്നുണ്ട്. അപ്പൊ യുദ്ധം ചെയ്യണം എന്നതാണ് എൻ്റെ കൊതി, പരലോകത്തിന് വേണ്ടി എനിക്ക് യുദ്ധം ചെയ്യണം. അങ്ങനെ യുദ്ധം ചെയ്യുമ്പോൾ തന്നെ ഞാനൊരു ധീരനായ യോദ്ധാവാണ് എന്ന് ആളുകൾ മനസ്സിലാക്കുക കൂടെ വേണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിലാണ് ആരെങ്കിലും അള്ളാഹുവിനെ കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫല്യഅമൽ അമലൻ സ്വാലിഹ, അവർ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കട്ടെ.
അതോടൊപ്പം അള്ളാഹുവിൽ പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യട്ടെ എന്ന ആയത്ത് അവതരിപ്പിക്കപ്പെട്ടത്. അവിടെ പങ്കു ചേർക്കുക എന്നത്, അള്ളാഹുവിലെ പങ്കു ചേർക്കുക എന്ന് പറയുന്നത് കേവലം ആരാധനകൾ പങ്കു ചേർക്കൽ മാത്രമല്ല, അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്, അള്ളാഹുവിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കേണ്ടത് പ്രതിഫലം, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ച് മാത്രം ചെയ്യേണ്ട ഒരു കർമ്മം, അത് മറ്റൊരു കാരണം കൂടെ പ്രതീക്ഷിച്ചപ്പോഴാണ് അള്ളാഹുവിൽ പങ്കു ചേർക്കരുത് എന്ന വാചകത്തിനെ കൊണ്ട് പരിശുദ്ധ ഖുർആൻ തിരുത്തിയത്. അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങളൊക്കെ ഇതിനനുസൃതമായിരുന്നോ എന്നത് പരിശോധിക്കേണ്ട ഒരു ഘട്ടം കൂടെയാണ് ഈ ഒരു സമയം. പറയപ്പെട്ട സഹോദരങ്ങളെ, ക്ഷമിച്ചും അള്ളാഹു കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടും കൂടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ തിന്മയിൽ നിന്ന് മാറി നിൽക്കാനും നന്മയുടെ ഭാഗമായി കുറേയൊക്കെ നിന്നു പോകാനും നമുക്ക് സാധിക്കും. റഹ്മാനായ റബ്ബ് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ യാ അയ്യുഹൻ നാസ് ഊസിക്കും വഇയ്യായ സനിയം ബിത്തഖ്വല്ലാഹ്. കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും എന്നിട്ട് അതിൻ്റെ പ്രതിഫലം ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മളെ ഉണർത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വിഭാഗം ആളുകൾ പരലോകത്ത് വരും, അവർ കർമ്മങ്ങളില്ലാത്തവരല്ല, വെളുത്ത തിഹാമ പർവ്വതത്തോളം സമാനമായ നന്മകളുമായിട്ടാണ് അവർ വരിക. ഖുർആൻ പാരായണമായിട്ടും നിസ്കാരമായിട്ടും ഒക്കെ വലിയ കൂമ്പാരക്കണക്കിന് കർമ്മങ്ങളുമായിട്ടാണ് അവർ പരലോകത്ത് വരിക. പക്ഷെ അള്ളാഹു അത് മുഴുവൻ ഹബാഉൻ മൻസൂറ, പാറിക്കളിക്കുന്ന ധൂളികളാക്കി അള്ളാഹു ആ കർമ്മങ്ങൾ മുഴുവൻ മാറ്റിക്കളയും. അപ്പോൾ സ്വഹാബികൾ പ്രവാചകനോട് ചോദിച്ചു, സിഫ്ലനായ റസൂലല്ലാഹ്, അവരുടെ കൂട്ടത്തിൽ അങ്ങനെ കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അവരാരാണ് എന്ന് പ്രവാചകരെ ഞങ്ങൾക്കൊന്ന് വിശദീകരിച്ചു തന്നാലും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അവർ നിങ്ങളിൽപ്പെട്ടവരാണ്. നിങ്ങൾ രാത്രി നിസ്കരിക്കുന്നത് പോലെ രാത്രി നിസ്കരിക്കുന്നവരാണ്, ചില്ലറക്കാരല്ല. ചെറിയ ചെറിയ കർമ്മങ്ങൾ കൊണ്ട് തട്ടിമുട്ടി പ്രവർത്തിക്കുന്നവരല്ല, ഫർദ് നിസ്കാരം മാത്രം നോക്കി പോകുന്നവരുമല്ല. രാത്രി നിങ്ങൾ നിസ്കരിക്കുന്നത് പോലെ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ആളുകളാണ്. പക്ഷെ അവർ അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളോട് അവർ ഒറ്റക്ക് വന്നാൽ അവരതിൽ ലയിച്ചു മുഴുകി പോകുന്ന ആളുകളാണ്. പഠിച്ചോന് ഹറാമാക്കിയ ചില കാര്യങ്ങൾ ആരും കാണുന്നില്ല എന്ന ബോധ്യത്തിലൊരു രഹസ്യ സ്വഭാവത്തിൽ എത്തിയാൽ വേണ്ട അവസരം ഉപയോഗപ്പെടുത്തും. ആരും കാണുന്നില്ല എന്ന് ഉറപ്പുവരുത്തി, ആരും കാണുന്നില്ലാത്ത സാഹചര്യത്തിലാണ് എന്ന് ഉറപ്പുവരുത്തി, ഭൗതികപരമായ ഒരു സേഫ്റ്റി ഉറപ്പിച്ച് ഇൻതഹകൂഹ, അതിൽ വ്യാപൃതരായി ആ തിന്മയിൽ മുഴുകി ചെയ്യുന്ന വിഭാഗം ആളുകളാണ്. അവരുടെ നോമ്പ് നിസ്കാരവും രാത്രി നിസ്കാരവും ഉറക്കവയ്ക്കലും ഖുർആൻ പാരായണവും ഒക്കെ അള്ളാഹു ധൂളികളാക്കി കളയും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. എത്ര നിർഭാഗ്യവാന്മാരായിരിക്കും സഹോദരങ്ങളെ. അങ്ങനെ ജീവിതത്തിൽ ഒരു കറുത്ത ഏട്, ആരും കാണാൻ പറ്റാത്ത, ആരോടും പറയാൻ പറ്റാത്ത, എന്ന് നമുക്ക് മാത്രം അറിയുന്ന ഒരു കാര്യം നമ്മൾ നിവർത്തി പോകുന്നുണ്ട് എങ്കിൽ അത് സംസാരമായിക്കോട്ടെ, അവിഹിതമായ ആളുകളോടുള്ള സംസാരവും ഇടപെടലും ആയിക്കോട്ടെ, അള്ളാഹു ഹറാമാക്കിയതാണ് എന്ന് ബോധ്യമുണ്ട്. അത് ആരും കാണാതെ വളരെ നന്നായി എക്സിക്യൂട്ട് ചെയ്ത് അതൊക്കെ ഒരു വലിയ കാര്യമായി നമ്മൾ തന്നെ കരുതുന്നുണ്ട് എങ്കിൽ ഇന്ന് അതിന് എളുപ്പമുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് സ്വഹാബികളെ പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടത്ത്, രഹസ്യമായി തിന്മ ചെയ്യാനുള്ളതിനേക്കാൾ തീവ്രമായ സൗകര്യങ്ങളുള്ള കാലഘട്ടത്തിൽ നമ്മളൊക്കെ അതിൽ വഞ്ചിതരാകരുത് എന്ന് പ്രത്യേകം സ്വയമേ ഉണർത്തുന്നതോടൊപ്പം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അവർ വലിയ നഷ്ടക്കാരായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം വലിയ നഷ്ടക്കാരിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ റമദാനിൽ നമ്മൾ നേടിയെടുത്ത നന്മകളെ തുടർത്തി കൊണ്ടുപോകാൻ നിതാന്തമായ ജാഗ്രത നമുക്ക് ഉണ്ടാകണം. പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നന്മ അത് സ്വീകരിച്ചോ എന്നതിൻ്റെ അടയാളം അത് തുടർന്നും നന്മ ചെയ്യാൻ അവർക്ക് തൗഫീഖ് ഉണ്ടാവുക എന്നതാണ്. തിന്മ ഒരാൾക്ക് അതിന് കുറ്റം കിട്ടുന്നു എന്നതിൻ്റെ അടയാളം തുടർന്നും അയാൾ തിന്മയിൽ തന്നെ ചെയ്യുന്നു എന്നതാണ്. അതുകൊണ്ട് നന്മ നമ്മൾ തുടങ്ങി വെച്ച കുറേ കാര്യങ്ങൾ അത് ഒരു ചെറിയ അളവിലെങ്കിലും നിലനിർത്തി കൊണ്ടുപോകാനുള്ള വലിയ ജാഗ്രതയും സൂക്ഷ്മതയും ക്ഷമയും നമ്മൾ കാണിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. രാത്രി നിസ്കാരം, നോമ്പും ഖുർആൻ പാരായണം ഒക്കെ അതിപ്പോൾ റമദാൻ കഴിഞ്ഞ് പ്രിയപ്പെട്ട സഹോദരൻ, റമദാനിൽ ഒരു ഖത്തം പൂർത്തിയാക്കുന്ന ഒട്ടനേകം വിശ്വാസികൾ ഇനി ഒരു ഖത്തം പൂർത്തിയാക്കണമെങ്കിൽ അടുത്ത റമദാൻ വരണമെന്നതാണ് പൊതുവെ എല്ലാവരുടെയും ഒരു രീതി. നോക്കൂ, ഒരു മാസം കൊണ്ട് ഒരു ഖത്തം പൂർത്തിയാക്കിയവർ അടുത്ത 11 മാസം കൊണ്ട് ഒരു ജുസു പോലും ഓതുന്നില്ല. ഒരു മാസത്തിൽ 1ഉം 2ഉം ഖത്തം പൂർത്തിയാക്കിയവർ അടുത്ത 11 മാസത്തിൽ ഒരു ജുസു പോലും പാരായണം ചെയ്യുന്നില്ല. അവിടെ പണ്ഡിതന്മാർ പറഞ്ഞല്ലോ, നിങ്ങൾ റമദാനിന്റെ അടിമകളാകണ്ട, കുൻ റബ്ബാനിയൻ, നിങ്ങൾ റബ്ബിന്റെ അടിമകളായിക്കൊള്ളൂ എന്നത് വളരെ തികച്ചും നമ്മളിലേക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു പ്രയോഗമായി പണ്ഡിതന്മാർ പഠിപ്പിച്ച കാര്യമാണ്. നോക്കാം, നമ്മളൊക്കെ അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ റമദാനിൽ നമ്മളൊരു ഖത്തം ഓതി, പിന്നൊരു ഖത്തം ഓതുന്നത് കഴിഞ്ഞ റമദാനിലാണ്, അതിൻ്റെ ഇടയ്ക്ക് ഒരു ജുസു പോലും
ഒരു ജുസു പോലും സഹോദരങ്ങളെ പൂർത്തിയാക്കാൻ റമദാൻ ഒരു ഖുർആൻ പാരായണത്തിൽ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ നന്മകൾക്കും പരലോകത്തിനുമൊക്കെ തന്നെയാണോ എന്നത് നമ്മുടെ ആത്മപരിശോധന നടത്തണം. അതുകൊണ്ട് കുറഞ്ഞ അളവിൽ നന്മകൾ ചെയ്തു വന്ന് നിലനിർത്തി വരാൻ നമുക്ക് സാധിക്കണം. അതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. അത് ആയിഷാ റളിയല്ലാഹു അൻഹ പറഞ്ഞ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കർമ്മങ്ങളെക്കുറിച്ചും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കർമ്മങ്ങളെക്കുറിച്ചും പറഞ്ഞപ്പോൾ അദ്വമുഹ വ ഇൻ ഖല്ല, സ്ഥിരമായി ചെയ്യുന്നതാണ് അത് കുറച്ചാണെങ്കിലും. അതുകൊണ്ട് കുറച്ചാണെങ്കിലും, വളരെ കുറച്ചാണെങ്കിലും അത് നിലനിർത്തി പരാമർശിക്കുക. ജമാഅത്ത് നിസ്കാരം, സുന്നത്ത് നിസ്കാരം, റവാത്തിബ് സുന്നത്തുകളൊക്കെ അത് നഷ്ടപ്പെട്ടു പോകാനുള്ളതല്ല, ചെയ്യാനുള്ളതാണ്. അത് നിലനിർത്തി പോകാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ വേഗം സ്കിപ്പ് ചെയ്യല്ല വേണ്ടത്, എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാക്കി ചെയ്യാണ് വേണ്ടത്. റവാത്തിബ് നിസ്കാരം നമ്മൾ റമദാനിലത് നിലനിർത്തി പോന്നിരുന്നവരൊക്കെ റമദാൻ കഴിഞ്ഞാൽ പിന്നെ അത് ഉപേക്ഷിക്കാൻ സുന്നത്തല്ലേ എന്ന മനോഭാവമാണ് ഉണ്ടാവുക. ചിലപ്പോൾ ജോലി സമയത്ത് നമ്മൾ നിസ്കരിക്കുന്നത് ഒറ്റക്കായിരിക്കും. അപ്പോൾ നമ്മൾ ഒറ്റക്ക് നിസ്കരിച്ചാൽ ചിലപ്പോൾ സുന്നത്ത് നിസ്കരിക്കാൻ ഒരു മൂടില്ല, അങ്ങനെയാണ് ആളുകൾ വിചാരിക്കുക. അങ്ങനെയല്ല, ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിലും റവാത്തിബ് നിസ്കരിക്കാൻ നമുക്ക് വേണ്ട വളരെ കുറഞ്ഞ സമയമുള്ളൂ. നിസ്കരിക്കണം, നിലനിർത്താൻ നമ്മൾ പരിശ്രമിക്കും കുറച്ചെങ്കിലും. ഇപ്പോൾ രാത്രി നിസ്കാരത്തിലേക്ക് അടുക്കുന്നതിന് മുമ്പ് റവാത്തിബ് പതിവാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. എന്നിട്ട് പതുക്കെ പതുക്കെ രാത്രി നിസ്കാരത്തിലേക്ക് വിത്ര കൊണ്ട് ആരംഭിക്കാം. ഇങ്ങനെ സഹോദരങ്ങളെ കുറഞ്ഞതെങ്കിലും നിലനിർത്തി പോകാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ നമ്മൾ ഉണ്ടാക്കാൻ പരിശ്രമിക്കുക. റഹ്മാൻ അർബ് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമാകുന്ന പാപങ്ങൾ നിന്റെ മഹത്തായ ഫളല് കൊണ്ട് ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന റഹ്മാൻ. അള്ളാഹുവെ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി വസിയത്ത് ചെയ്തിട്ടുള്ള ഒരുപാട് സഹോദരങ്ങളുണ്ട്. അവരുടെയൊക്കെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണം റഹ്മാനെ. ഈമാനോടെ ശുഭറോടെ പരീക്ഷണങ്ങൾ നേരിടാൻ അവർക്കും ഞങ്ങൾക്കും ഒക്കെ നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹു, പരിശുദ്ധ റമദാനിൽ നമ്മൾ അനുഷ്ഠിച്ച സൽക്കർമ്മങ്ങൾ അതിൻ്റെ ന്യൂനതകളെ പരിഹരിച്ച് നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം റഹ്മാനെ. ഇനിയും ആഫിയത്തോടുകൂടെ ഒരുപാട് റമദാനുകളെ സ്വീകരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയിട്ടുള്ള മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സമുദായ നേതാക്കന്മാർ, പണ്ഡിതന്മാർ, അവരുടെയൊക്കെ കബറിടം നീ വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കണം റഹ്മാനെ. ഭയാനകരമായ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, اللهم أجرنا من النار، اللهم أجرنا ولوالدينا من النار. ربنا تقبل منا دعاءنا وأعمالنا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، واغفر لنا يا غافر المذنبين. آمين آمين برحمتك يا أرحم الراحمين.